ടുഡേ അവർ ടോപ്പിക് ഈസ് ഓൾ എയർ സിസ്റ്റം. അപ്പോൾ നമ്മളിന്ന് ഓൾ എയർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് പഠിക്കാൻ പോവുക. അതായത് മറ്റൊന്നുമില്ല, പേര് പോലെ തന്നെ ഓൾ എയർ. അതായത് നമുക്ക് ഒരു സ്പേസ്, ഒരു കൺഫൈൻഡ് സ്പേസ് നമ്മൾ ഉദ്ദേശിച്ച റൂം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിനുവേണ്ടി എയറിനെ കണ്ടീഷൻ ചെയ്തെടുത്തുന്നു. സമ്മർ ആണെങ്കിൽ ആ രീതിയിൽ, വിൻ്റർ ആണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എയറിനെ കണ്ടീഷൻ ചെയ്തെടുത്തിട്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ റൂമിൽ ഒരു കംഫർട്ട് സോൺ, ഹ്യൂമൻസ് ഓക്യുപ്പൈ ചെയ്യുന്ന റൂമാണെങ്കിൽ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ റൂമിൽ എന്താണോ നമുക്ക് വേണ്ട ഒരു ക്ലൈമറ്റ്, ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയറിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. നമ്മൾ പഠിച്ച എയർ കണ്ടീഷനിങ് സിസ്റ്റം തന്നെ. ഇനി അതും ഈ ഓൾ എയർ സിസ്റ്റമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം. ഇൻ ദി സിസ്റ്റം, എയർ ഈസ് പ്രോസസ്ഡ് ഇൻ ദ എയർ കണ്ടീഷനിങ് പ്ലാന്റ് ആൻഡ് ദിസ് പ്രോസസ്ഡ് എയർ ഈസ് ദെൻ കൺവേഡ് ടു ദ കണ്ടീഷൻ സ്പേസ് ത്രൂ ഇൻസുലേറ്റഡ് ഡക്ട്സ് യൂസിങ് ബ്ലോവേഴ്സ് ആൻഡ് ഫാൻസ്. ഞാനൊരു ഡയഗ്രം വരയ്ക്കാം. ആ ഡയഗ്രത്തിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ എയർ കണ്ടീഷനിങ് പ്ലാന്റ്, അല്ലെങ്കിൽ എയറിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. ഉദാഹരണം, സമ്മർ കണ്ടീഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നു. ഇനി വിൻ്റർ സീസൺ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടീഷൻ ചെയ്യുന്നു. അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുത്ത എയറിനെ നമ്മൾ ഡക്റ്റ് വഴി, ഡക്റ്റ് എന്ന് പറയുമ്പം ആ എയർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാനൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൈപ്പായിട്ട് എടുക്കാം. ഓക്കെ, അതൊരു ഡക്റ്റാണ്. ആ ഡക്റ്റ് വഴി നമുക്ക് എവിടെയാണോ, ഏത് സ്പേസ് ആണോ നമ്മൾ ഉദ്ദേശിച്ച റൂം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ടത് ആ സ്പേസിലേക്ക് ആ കണ്ടീഷൻ എയറിനെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ എയർ കണ്ടീഷൻ പ്ലാന്റ് ചെയ്യുന്ന കാര്യം, എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. അങ്ങനെ കണ്ടീഷൻ ചെയ്ത എയറിനെ നമ്മൾ ഡക്റ്റ് വഴി റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിനെ നമ്മൾ ഉദ്ദേശിച്ച ആ ഡിസൈൻ കണ്ടീഷൻ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഐ എന്ന് പറയുന്ന ആ ഇൻഡോർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ഇനി ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആയിരിക്കും. കാരണം ഇൻസുലേറ്റഡ് അല്ല എങ്കിൽ, ഇപ്പോൾ സമ്മർ കണ്ടീഷനാണ്, അപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് പർപ്പസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഡക്റ്റിൽ കൂടെ പോകുന്നത് കോൾഡ് എയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഹോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡക്റ്റ് നമ്മൾ ഇൻസുലേറ്റ് ആക്കിയില്ല എങ്കിൽ ഈ എയറിൽ നിന്ന്, കോൾഡ് എയറിൽ നിന്ന് ഹീറ്റ് വെളിയിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി അത് ബാധിക്കും, എയർ കണ്ടീഷനിങ്ങിൻ്റെ എഫിഷ്യൻസി അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഡയഗ്രം കൂടെ കാണിക്കാം. ഇവിടെയും നമുക്കൊരു എയർ കണ്ടീഷനിങ് പ്ലാന്റ് ഉണ്ട്, എയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി. ദെൻ ഈ കാണുന്ന പോലെ നമുക്കിവിടെ ഒരു റൂമുണ്ട്, റൂം നമ്പർ 1. അടുത്തൊരു റൂമുണ്ട്, റൂം നമ്പർ 2. ഇങ്ങനെ ഓരോ റൂമും ഇതുപോലെ ഒരുപാട് റൂമോ അല്ലെങ്കിൽ ഒരുപാട് സ്പേസസോ ഉണ്ടാകും. അപ്പം നമുക്കതിനെയെല്ലാം ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടീഷൻഡ് എയറിനെ ഈ കാണുന്ന, ഇതാണ് മെയിൻ ഡക്റ്റ്, ഈ മെയിൻ ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇതാണ് ബ്രാഞ്ചസ്, ഇതും ഡക്റ്റ് തന്നെയാണ്. ആ മെയിൻ ഡക്റ്റിൽ നിന്ന് ബ്രാഞ്ചുകളായിട്ട് വരുന്ന ഡക്റ്റാണ്. അപ്പോൾ ആ ബ്രാഞ്ചസ് വഴി ഏതൊക്കെ റൂമാണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്പേസ് ആണോ ഉള്ളത്, ആ സ്പേസിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് ആ സ്പേസിനെ നമ്മൾ ഉദ്ദേശിച്ച ഇൻഡോർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്ത് എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്തു. ആ എയറാണ് ആ റൂമിനകത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കാരണക്കാരനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഓൾ എയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫുൾ സിസ്റ്റം, നമ്മൾ ഈ ഒരു ഫുൾ സിസ്റ്റം എടുക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എയറാണ്. ആ എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. ദെൻ ആ എയറിനെ റൂമിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ആ കണ്ടീഷൻഡ് സ്പേസ് അങ്ങോട്ട് സപ്ലൈ ചെയ്തുകൊണ്ട് ആ സ്പേസിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ദെൻ ഇനി ആ റൂമിൽ നിന്ന് റിട്ടേൺ എയർ ഉണ്ടാകും. ദ റിട്ടേൺ എയർ ഫ്രം ദ കണ്ടീഷൻ സ്പേസ് ഈസ് കൺവേഡ് ബാക്ക് ടു ദ പ്ലാന്റ്. ഇനി ആ റൂമിൽ നിന്ന് വരുന്ന ആ റിട്ടേൺ എയർ ഉണ്ടാകും. അതിനെ നമ്മൾ എഗെയിൻ ആ എയർ കണ്ടീഷനിങ് പ്ലാന്റ് എന്താണോ ആ പ്ലാന്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഈ പ്ലാന്റിനകത്ത് ആരായിരിക്കും ഉള്ളത്? നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഹീറ്റിംഗ് ഓയിലെങ്കിൽ ഹീറ്റിംഗ് ഓയിൽ, കൂളിംഗ് ഓയിലെങ്കിൽ കൂളിംഗ് ഓയിൽ, ഹ്യൂമിഡിഫയർ, ഇതൊക്കെ ആ എയർ കണ്ടീഷനിങ് പ്ലാന്റിനകത്ത് ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഈ വരുന്ന റിട്ടേൺ എയർ ഉണ്ടാകും. ഈ റിട്ടേൺ എയറിൽ തന്നെ കുറച്ച് എയറിനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നമുക്ക് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്ന കുറച്ച് എയറിനെ നമ്മൾ എടുക്കുന്നു. ബാക്കി എയറിനെ
അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. എന്നിട്ട് ഔട്ട്സൈഡ് എയറും റീസർക്കുലേറ്റ് എയറും മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അഗെയിൻ കണ്ടീഷൻ ചെയ്തായിരിക്കും നമ്മൾ ഡക്റ്റ് വഴി നമുക്ക് കണ്ടീഷൻഡ് സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഓൾ എയർ സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൾ എയർ സിസ്റ്റംസ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് സിംഗിൾ ഡക്റ്റ് സിസ്റ്റം, ഡ്യുവൽ ഡക്റ്റ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം, ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ചെയ്ത എയർ ഫ്ലോ ചെയ്യുന്ന ഒരു പാത്ത്, അല്ലെങ്കിൽ ഒരു ട്യൂബ്, അല്ലെങ്കിൽ ഒരു ചാനൽ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഡക്റ്റ് സിംഗിൾ ഡക്റ്റും ഡ്യുവൽ ഡക്റ്റും എന്ന പേരിൽ നമ്മൾ ഓൾ എയർ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി നമുക്കത് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ നേരത്ത് നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആദ്യം സിംഗിൾ ഡക്റ്റ് സിസ്റ്റം. സിംഗിൾ ഡക്റ്റ് സിസ്റ്റത്തിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് വോളിയം സിംഗിൾ സോൺ സിസ്റ്റം, കോൺസ്റ്റൻറ്റ് വോളിയം മൾട്ടിപ്പിൾ സോൺ സിസ്റ്റം, വേരിയബിൾ വോളിയം സിസ്റ്റം. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മൂന്ന് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ സിംഗിൾ ഡക്റ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ആദ്യം ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ഡക്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം സിംഗിൾ സോൺ സിസ്റ്റം. മൂന്നെണ്ണം ഉണ്ട്: സിംഗിൾ ഡക്റ്റ്, കോൺസ്റ്റൻറ്റ് വോളിയം, സിംഗിൾ സോൺ. ആദ്യം നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ്. ഇവിടെ നമുക്കൊരു കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, അതുപോലെ ഫാനുണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്. ദെൻ ഔട്ട്സൈഡ് എയറിനെ കണ്ടീഷൻ ചെയ്ത് ഇങ്ങനെ ഈ ചാനൽ വഴിയായിരിക്കും നമ്മുടെ സ്പേസിലേക്ക് വരുന്നത്. ദെൻ റിട്ടേൺ എയർ ഇങ്ങനെ ഈ ഒരു ഡക്റ്റ് വഴി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അതിൽ കുറച്ച് എമൗണ്ട് റീസർക്കുലേറ്റ് എയർ നമ്മൾ എടുക്കുന്നു, ബാക്കിയുള്ളതിനെ എക്സോസ്റ്റ് ആയിട്ട് കളയുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്. സമ്മർ എയർ കണ്ടീഷനിങ് കേസ് ആണെങ്കിൽ നമ്മൾ കൂളിംഗ് കോയിൽ ആക്റ്റീവ് ആകും. വിൻ്റർ എയർ കണ്ടീഷനിങ് കേസ് ആണെങ്കിൽ ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും ആക്റ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഡിവൈസ്, കൂളിംഗ് കോയിൽ, ഹീറ്റിംഗ് കോയിൽ, അതുപോലെ ഹ്യൂമിഡിഫയർ, ഈ മൂന്നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ ഔട്ട്സൈഡ് കണ്ടീഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും. അപ്പോൾ എനിവേ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഔട്ട്സൈഡ് എയർ എടുക്കുന്നു, അതുപോലെ തന്നെ റീസർക്കുലേറ്റ് എയർ എടുക്കുന്നു, അതിനെ മിക്സ് ചെയ്യുന്നു. ദെൻ കൂളിംഗ് കോയിൽ, ഹീറ്റിംഗ് കോയിൽ, അതുപോലെ ഫാൻ, ഹ്യൂമിഡിഫയർ, ഇതിലൂടെയൊക്കെ കിടന്ന് അത് കണ്ടീഷൻ സ്പേസിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് സമ്മർ സീസൺ ആണെങ്കിൽ കൂളിംഗ് കോയിൽ ആക്റ്റീവ് ആകുമെന്ന് ഞാൻ പറഞ്ഞു. വിൻ്റർ സീസൺ ആണെങ്കിൽ അവിടെ കൂളിംഗ് കോയിൽ ഇനാക്റ്റീവ് ആകും, ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും വർക്കാകും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഈ ഡിവൈസസ് എല്ലാം. അങ്ങനെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ എയറിനെ കണ്ടീഷൻ സ്പേസിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഏത് സ്പേസ് ആണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു കംഫർട്ട് സോണിൽ, ആ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇനി ഇവിടെ സിംഗിൾ ഡക്റ്റ് എന്ന് പറയുന്നു. ഇതാണ് ഇത്തരത്തിൽ കണ്ടീഷൻ ചെയ്ത എയർ ഒരു സിംഗിൾ ഡക്റ്റ് വഴിയാണ്, ഈ കാണുന്ന പോലെ സിംഗിൾ ഡക്റ്റ് വഴിയാണ് നമ്മുടെ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരൊറ്റ ഡക്റ്റേ ഉള്ളൂ. ഈ ഒരൊറ്റ ഡക്റ്റ് വഴിയാണ് കണ്ടീഷൻഡ് എയറിനെ നമുക്ക് ഏത് സ്പേസ് ആണോ കണ്ടീഷൻ ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിംഗിൾ ഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയാൻ കാരണം, അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കൂളിംഗ് കോയിൽ, ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടീഷൻ ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം സപ്ലൈ ആയിരിക്കും എപ്പോഴും ഈ ഒരു സ്പേസിലേക്ക് കൊടുക്കുക. അതായത് കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടീഷൻ ചെയ്ത ഒരു കോൺസ്റ്റൻറ്റ് വോളിയം എയർ ആയിരിക്കും ഈ ഡക്റ്റ് വഴി ഈ ഒരു സ്പേസിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റമാണ്. ഇനി സിംഗിൾ സോൺ സിസ്റ്റം എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ഈ ഒരൊറ്റ സോൺ അല്ലെങ്കിൽ ഈ ഒരൊറ്റ സ്പേസ് മാത്രമാണ് കണ്ടീഷൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ സോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സ്പേസും ഇപ്പുറത്തുണ്ട് ആയിരുന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സോൺ എന്ന് പറഞ്ഞേനെ. ഇപ്പോൾ ഇവിടെ സിംഗിൾ സോൺ എന്ന് പറയാൻ കാരണം ഈ ഒരൊറ്റ സ്പേസ് മാത്രമാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് സിംഗിൾ സോൺ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ സ്പേസിലെ ഡ്രൈ ബൾബ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കണ്ടീഷൻ ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ റൂമിൽ എന്താണോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റൂമിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ആ രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്നു. ഇനി റൂമിൽ നിന്ന് ഒരു റിട്ടേൺ ഡക്റ്റ് ഉണ്ടാകും. റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡക്റ്റ് ഉണ്ടാകും. ആ റിട്ടേൺ എയറിൽ കുറച്ച് എമൗണ്ട് എയറിനെ നമ്മൾ എടുക്കുന്നു, കുറച്ച് എയറിനെ എക്സോസ്റ്റ് ആയിട്ട് കളയുന്നു. അങ്ങനെ നമുക്ക് എടുക്കുന്ന ആ റിട്ടേൺ എയറിനെ നമ്മൾ റീസർക്കുലേറ്റ് എയർ എന്ന് വിളിക്കുന്നു.
ഇനി ഇവിടെ നമുക്കൊരു എച്ച് ഉണ്ട്, ടി ഉണ്ട്. എച്ച് ഹ്യൂമിഡ്സ്റ്റാറ്റ് എന്ന് പറയും, ടി എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പേസിനെ ഹ്യൂമിഡിറ്റി നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഹ്യൂമിഡിറ്റി, ഇപ്പം ഒക്യുപ്പൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ഒക്കെ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ് എങ്കിൽ അവിടെ നമുക്കൊരു കംഫർട്ട് സോണിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി വേരിയേഷൻ അനുസരിച്ച് ഈ ഹ്യൂമിഡിഫയറിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഡിവൈസാണ് ഹ്യൂമിഡ്സ്റ്റാറ്റ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി കുറയുവോ ഹ്യൂമിഡിറ്റി കൂടുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഹ്യൂമിഡിഫയറിനെ വർക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഹ്യൂമിഡ്സ്റ്റാറ്റിൻ്റെ ഉദ്ദേശം. ഉദാഹരണം, നമുക്ക് ഈ ഒരു സ്പേസിലെ അകത്തെ ഹ്യൂമിഡിറ്റി നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും താഴ്ന്നൊരു വാല്യൂവിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമിഡിഫയറിനെ ആക്റ്റീവ് ആക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂമിഡ്സ്റ്റാറ്റ്. ഇനി അതല്ല, ഹ്യൂമിഡിറ്റി കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഹ്യൂമിഡിഫയറിനെ ഇനാക്റ്റീവ് ആക്കുകയും ചെയ്യും. അങ്ങനെ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് ഹ്യൂമിഡിറ്റി നമുക്ക് ഈ ഒരു റൂമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഡിവൈസാണ് ഹ്യൂമിഡ്സ്റ്റാറ്റ്. അപ്പോൾ നമ്മളിനി വരും ക്ലാസ്സുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമിഡിഫയറും ഹ്യൂമിഡ്സ്റ്റാറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി അടുത്തത് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു റൂമിനകത്തെ ടെമ്പറേച്ചർ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിൽ എത്തിക്കണം. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനേക്കാളും കൂടുതലോ കുറവോ ആണെങ്കിൽ അതനുസരിച്ച് ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്ത് കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിനെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റം എടുക്കാം. അപ്പോൾ ആ കേസിൽ നമുക്ക് ഈ ഒരു സ്പേസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഔട്ട് സൈഡിനേക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ റൂം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതൊരു കംഫർട്ട് ടെമ്പറേച്ചർ ആയിരിക്കുകയും വേണം. ഓക്കെ, ഇനി നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ താന്നു പോകുന്നു, അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും താന്നൊരു വാല്യൂവിലേക്ക് പോവുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു, കൂളിംഗ് കോയിലിനെ ഡിസേബിൾ ചെയ്യുന്നു. ഇനി ഈ റൂമിലെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനേക്കാളും ഉയർന്നു പോകുന്നു, അങ്ങനെയുള്ള കേസിൽ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു, കൂളിംഗ് കോയിലിനെ ആക്റ്റീവ് ആക്കുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് ഹീറ്റിംഗ് കോയിലും. നമുക്ക് വിൻ്റർ എയർ കണ്ടീഷനിങ് കേസ് എടുക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ തണുത്ത കണ്ടീഷനാണ്. ഈ റൂം കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കംഫർട്ട് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അപ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനേക്കാളും താന്നു പോയി കഴിഞ്ഞാലോ കൂടിപ്പോയി കഴിഞ്ഞാലോ അതനുസരിച്ച് ഹീറ്റിംഗ് കോയിലിനെ വർക്ക് ചെയ്യിക്കുന്നു. ഇനി ഈ റൂമിലെ ടെമ്പറേച്ചർ താന്നു പോവുക, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനേക്കാളും താന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു, ഹീറ്റിംഗ് കോയിലിനെ ആക്റ്റീവ് ആക്കുന്നു. ഇനി ഈ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഹീറ്റിംഗ് കോയിലിനെ ഇനാക്റ്റീവ് ആക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ തെർമോസ്റ്റാറ്റ് എപ്പോഴും, തെർമോസ്റ്റാറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒരു സ്പേസിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? തെർമോസ്റ്റാറ്റ് ഹീറ്റിംഗ് കോയിലിനെയും കൂളിംഗ് കോയിലിനെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് സിംഗിൾ ഡക്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം സിംഗിൾ സോൺ സിസ്റ്റം. അപ്പോൾ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെർമോസ്റ്റാറ്റ് സെൻസസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻ ദ കണ്ടീഷൻ സ്പേസ് ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് കൂളിംഗ് ഓർ ഹീറ്റിംഗ് പ്രൊവൈഡഡ് ഇൻ ദ കോയിൽസ്. അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ ചെയ്തനുസരിച്ച് ഈ തെർമോസ്റ്റാറ്റ് കൂളിംഗ് കോയിലിനെ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിനെ അതനുസരിച്ച് പ്രവർത്തിപ്പിക്കും. ഇനി അടുത്തത് ഹ്യൂമിഡ്സ്റ്റാറ്റ്. ഹ്യൂമിഡ്സ്റ്റാറ്റ് മെഷേഴ്സ് ദ ഹ്യൂമിഡിറ്റി റേഷ്യോ ഇൻ ദ കണ്ടീഷൻ സ്പേസ് ആൻഡ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആഡഡ് ഇൻ ദ ഹ്യൂമിഡിഫയർ. അപ്പോൾ ഈ റൂമിനകത്തെ ഒരു ഹ്യൂമിഡിറ്റി അത് നമ്മൾ എപ്പോഴും ഒരു സെറ്റ് വാല്യൂവിലായിരിക്കും. അതിലൊരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹ്യൂമിഡ്സ്റ്റാറ്റ് വർക്ക് ചെയ്തുകൊണ്ട് ഹ്യൂമിഡിഫയറിനെ അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് സിംഗിൾ ഡക്റ്റ് സിസ്റ്റം. കാരണം അവിടെ ഒരൊറ്റ ഡക്റ്റ് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം ഈ ഒരു സിസ്റ്റം കോൺസ്റ്റൻറ്റ് വോളിയമാണ്. കാരണം ഫ്ലോ റേറ്റ് ഓഫ് സപ്ലൈ എയർ ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു നമ്മൾ കണ്ടീഷൻ ചെയ്ത എയർ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരിക്കും നമ്മൾ ആ ഒരു സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ സോൺ സിസ്റ്റം. കാരണം ഇവിടെ നമുക്ക് ഒരൊറ്റ സോൺ, ഒരൊറ്റ സ്പേസ് മാത്രമാണ് കണ്ടീഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ഡക്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം സിംഗിൾ സോൺ സിസ്റ്റം. അപ്പോൾ ഇവിടെ കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്. കൂളിംഗ് കോയിലിൻ്റെ ഉദ്ദേശം കൂളിംഗ്, ഹീറ്റിംഗ് കോയിലിൻ്റെ ഉദ്ദേശം ഹീറ്റിംഗ്, ഹ്യൂമിഡിഫയറിൻ്റെ ഉദ്ദേശം മോയ്സ്ചർ കണ്ടൻറ്റ് കൂട്ടുക. അപ്പോൾ ഈ കൂളിംഗ് കോയിലിനെ, ഹീറ്റിംഗ് കോയിലിനെ, ഹ്യൂമിഡിഫയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി
നമുക്ക് തെർമോസ്റ്റാറ്റും ഉണ്ട്, ഹ്യൂമിഡിസ്റ്റാറ്റും ഉണ്ട്. ഹ്യൂമിഡിസ്റ്റാറ്റ് ഹ്യൂമിഡിഫയറിൻ്റെ ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നു. ഹ്യൂമിഡിറ്റി റൂമിലെ കുറയുകയോ കൂടുകയോ ചെയ്യുന്നതനുസരിച്ച് ഹ്യൂമിഡിഫയറിൻ്റെ ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഹ്യൂമിഡിസ്റ്റാറ്റ് ഉണ്ട്. അതുപോലെ റൂമിലെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ തെർമോസ്റ്റാറ്റ് ഉണ്ട്. ആ തെർമോസ്റ്റാറ്റ് കൂളിംഗ് കോയിലിനെയും ഹീറ്റിംഗ് കോയിലിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ റൂമിലെ ടെമ്പറേച്ചർ താഴുന്നു, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും താഴ്ന്നതാണെങ്കിൽ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്തു, തെർമോസ്റ്റാറ്റ് ആക്റ്റീവ് ആകുന്നു. തെർമോസ്റ്റാറ്റ് ആക്റ്റീവ് ആയി നമ്മൾ പറഞ്ഞു കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. സമ്മർ ആണെങ്കിൽ കൂളിംഗ് കോയിലിനെ ആയിരിക്കും, വിൻ്റർ ആണെങ്കിൽ ഹീറ്റിംഗ് കോയിലായിരിക്കും. ഇനി റൂമിലെ ടെമ്പറേച്ചർ നല്ലൊരു വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് കൂളിംഗ് ലോഡിൻ്റെ വേരിയേഷൻസും അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാകുന്ന ആ ലോഡ് അത് കൂട്ടുക കുറയ്ക്കുക, ആ ഉദ്ദേശവും നമ്മുടെ തെർമോസ്റ്റാറ്റ് ചെയ്യുന്നു. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൂമിനകത്തെ ആ ഒരു ഹ്യൂമിഡിറ്റി നന്നായിട്ട് കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡിസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഹ്യൂമിഡിഫയറിനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി ആവശ്യത്തിൽ കൂടുതൽ, അതായത് ഹ്യൂമിഡിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൽവിനേക്കാളും കുറഞ്ഞു. അപ്പോൾ എഗെയിൻ വാല്യൂ കൂട്ടണം. അപ്പോൾ അതുകൊണ്ട് ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യുക മീൻസ് ഹ്യൂമിഡിഫയർ കൂടുതൽ എമൗണ്ട് വാട്ടർ വേപ്പറിനെ എയറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹ്യൂമിഡിറ്റിയിലേക്ക് എത്തിക്കുന്നു. ഇത് തന്നെയാണ് തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്ത് കൂളിംഗ് കോയിലിനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ സമ്മർ കണ്ടീഷൻ ആണെങ്കിൽ റൂമിലെ ടെമ്പറേച്ചർ കണ്ടമാനം കൂടുകയാണെങ്കിൽ കൂളിംഗ് കോയിലിനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു. കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഒന്നും കൂടെ കുറച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ടെമ്പറേച്ചറിലേക്ക് റൂമിനെ എത്തിക്കുന്നു. ഇനി അതല്ല, റൂമിൻ്റെ ടെമ്പറേച്ചർ കണ്ടമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച് അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൊണ്ട് റൂം നമ്മൾ ഉദ്ദേശിച്ച ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നു. ഇനി വിൻ്റർ കണ്ടീഷൻ ആണെങ്കിലോ നമുക്ക് ഹീറ്റിംഗ് കോയിലുണ്ട്. റൂമിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഹീറ്റിംഗ് കോയിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കുറച്ചുകൊണ്ട് നമ്മൾ റൂമിലെ ടെമ്പറേച്ചറിനെ ഗ്രാജുവലി നമ്മൾ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് വാൽവിലെത്തും. ഇനി റൂമിലെ ടെമ്പറേച്ചർ കണ്ടമാനം അങ്ങ് കുറയുകയാണെങ്കിൽ ഹീറ്റിംഗ് കോയിലിനെ വർക്ക് ചെയ്യിപ്പിച്ച് കൂടുതൽ ഹീറ്റ് ഡെലിവറി ചെയ്തുകൊണ്ട് റൂമിലെ ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലെത്തിക്കും. അങ്ങനെ ഹ്യൂമിഡിസ്റ്റാറ്റും തെർമോസ്റ്റാറ്റും ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം, ഹ്യൂമിഡിസ്റ്റാറ്റിൻ്റെ ഉദ്ദേശം ഹ്യൂമിഡിഫയറിനെ കൺട്രോൾ ചെയ്യുക. തെർമോസ്റ്റാറ്റിൻ്റെ ഉദ്ദേശം ഹീറ്റിംഗ് കോയിലിനെയും കൂളിംഗ് കോയിലിനെയും കൺട്രോൾ ചെയ്യുക. അങ്ങനെ കൺട്രോൾ ചെയ്ത് എപ്പോഴും റൂമിനകത്തെ ആ ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്ന വാല്യൂ എത്രയാണോ ആ സെറ്റ് വാല്യൂവിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്താൻ ഇവർ ഹെൽപ്പ് ചെയ്യും. ഇതിനടുത്തതാണ് സിംഗിൾ ഡക്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം മൾട്ടിപ്പിൾ സോൺ സിസ്റ്റം. അപ്പോൾ ഇവിടെയും സിംഗിൾ ഡക്റ്റേ ഉള്ളൂ, കോൺസ്റ്റൻറ്റ് വോളിയമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ സോൺ സിസ്റ്റമാണ്, അതായത് അത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കിവിടെ സോൺ 1 ഉണ്ട്, സോൺ 2 ഉണ്ട്, സോൺ 3 ഉണ്ട്. അപ്പോൾ ഈ 3 സ്പേസുകളും നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും, അതുപോലെ തന്നെ നമുക്കൊരു ഹ്യൂമിഡിഫയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. ആ എയറിനെ ഈ കാണുന്ന മെയിൻ ഡക്റ്റ് വഴി സപ്ലൈ ചെയ്യുന്നു. ഈ മെയിൻ ഡക്റ്റിൽ നിന്ന് ഓരോ സോണിലേക്ക് ആ എയറിനെ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓരോ ബ്രാഞ്ച് വൈസ് ഡക്റ്റുകളുണ്ട്, അതാണ് ഈ കാണുന്നത്. അങ്ങനെ മെയിൻ ഡക്റ്റിൽ നിന്ന് ഈ ബ്രാഞ്ചിൽ കൂടെ നമ്മൾ ഓരോ സോൺ 1, സോൺ 2, സോൺ 3യിലേക്ക് എയറിനെ എത്തിക്കുന്നു. ഇനി ഇവിടെ ഒരു റീഹീറ്റ് കോയിലുണ്ട്. റീഹീറ്റ് കോയിലിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സോൺ 1ൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ, സോൺ 2ൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ, സോൺ 3ൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ടെമ്പറേച്ചർ, അത് മൂന്നും ഡിഫറൻ്റ് ആണ് എങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഈ റീഹീറ്റ് കോയിൽ ഹീറ്റ് ചെയ്യിക്കുന്നു. ഇപ്പോൾ സോൺ 1ന് കുറച്ച് കൂടുതൽ ടെമ്പറേച്ചറുള്ള എയറാണ് ആവശ്യം എങ്കിൽ അതനുസരിച്ച് ഈ റീഹീറ്റ് കോയിൽ ഹീറ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ഈ സോൺ 1നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ സോൺ 2ൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. എയറിനെ ഹീറ്റ് ചെയ്തിട്ടായിരിക്കും സോൺ 2ലേക്ക് സപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 സോണിലേക്കും നമ്മൾ കൊടുക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം സപ്ലൈ ആണ്. അതോടൊപ്പം തന്നെ കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ സമ്മർ കണ്ടീഷനാണെങ്കിൽ കൂളിംഗ് കോയിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്നു.
ദെൻ ആ പർട്ടിക്കുലർ വാല്യൂ, ആ ടെമ്പറേച്ചറുള്ള എയർ ആയിരിക്കും നമുക്ക് ഈ 3 സോണിലേക്കും വരിക. ഇനി ഓരോ സോണിലും നമുക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റീഹീറ്റ് കോയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഓരോ സോണിലും ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള സപ്ലയർ എത്തിച്ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സോണിന് എന്താണോ ആവശ്യം അതനുസരിച്ച് റീഹീറ്റ് കോയിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സോണിൽ നമ്മൾ നേരത്തെ കണ്ട സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സോണിലെ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും കൂളിംഗ് കോയിലിനെയും ഹീറ്റിംഗ് കോയിലിനെയും കൺട്രോൾ ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിൽ അത് വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ രീതിയിലായിരിക്കും കൂളിംഗ് കോയിലും ഹീറ്റിംഗ് കോയിലും വർക്ക് ചെയ്യുക. പക്ഷേ റൂമിനനുസരിച്ച് റൂമിൽ ഏതാണോ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതനുസരിച്ച് വർക്ക് ചെയ്യുന്നത് റീഹീറ്റ് കോയിലാണ്. അപ്പോൾ ഈ റീഹീറ്റ് കോയിൽ എന്ത് ചെയ്യും? എന്താണോ റൂമിലെ കണ്ടീഷൻ, അല്ലെങ്കിൽ റൂമിലെ ലോഡ് എത്രയാണ്, അല്ലെങ്കിൽ റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് ഈ മെയിൻ ഡക്റ്റിൽ നിന്ന് വരുന്ന എയറിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ്, അതിനുവേണ്ടിയാണ് നമ്മൾക്കിവിടെ ഓരോ തെർമോസ്റ്റാറ്റ് ഉള്ളത്. ഈ തെർമോസ്റ്റാറ്റ് ആയിരിക്കും ഈ കാണുന്ന റീഹീറ്റ് കോയിലിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് ടെമ്പറേച്ചറിലാണോ അതനുസരിച്ച് തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഹീറ്റ് കോയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ മെയിൻ ഡക്റ്റിൽ നിന്ന് വരുന്ന എയറിനെ അതനുസരിച്ച് ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് സോൺ 1ലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതുപോലെ തന്നെ സോൺ 2ലെ തെർമോസ്റ്റാറ്റ് നമ്മൾ ഏത് വാല്യൂവിലാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഹീറ്റ് കോയിൽ വർക്ക് ചെയ്യുന്നു. ദെൻ റീഹീറ്റ് കോയിൽ ഹീറ്റ് ചെയ്തിട്ട് ആ മെയിൻ ഡക്റ്റിൽ നിന്ന് വരുന്ന എയറിനെ സോൺ 2ലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെയും ഒരൊറ്റ സിംഗിൾ ഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൺസ്റ്റൻറ്റ് വോളിയമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ സോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോണ് നമുക്കിവിടെ ഉണ്ട്. ഈ ഓരോ സോണും നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ഇനി ഈ സോണിൽ നിന്ന് വരുന്ന ആ റിട്ടേൺ എയർ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു റിട്ടേൺ ഡക്റ്റ് ഉണ്ട്. ആ റിട്ടേൺ എയറിൽ കുറച്ച് എമൗണ്ട് എയറിനെ നമ്മൾ എടുക്കും, അത് റീസർക്കുലേറ്റ് എയർ എന്ന് പറയും. ആ റീസർക്കുലേറ്റ് എയറും ഔട്ട്സൈഡ് എയറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഈ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ. കൂളിംഗ് കോയിൽ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും ആക്റ്റീവ് ആണെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും വർക്ക് ചെയ്യുന്ന സമയത്ത് കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എയറിനെ എന്താണോ ചെയ്യേണ്ടത്, കൂൾ ചെയ്യണമെങ്കിൽ കൂൾ ചെയ്യാം, ഹീറ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റ് ചെയ്യാം, ഹ്യൂമിഡിഫൈ ചെയ്യണമെങ്കിൽ ഹ്യൂമിഡിഫൈ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ടായിരിക്കും മെയിൻ ഡക്റ്റിലേക്ക് സപ്ലൈ ചെയ്യുക. So in this system all air is cooled and dehumidified for summer കേസ് ആണെങ്കിൽ നമ്മുടെ കൂളിംഗ് കോയിൽ ആക്റ്റീവായിട്ട് കൂൾ ചെയ്യും, ഡീഹ്യൂമിഡിഫൈ ചെയ്യും. ഓർ ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫൈഡ് ഫോർ വിൻ്റർ. കാരണം നമുക്കറിയാം വിൻ്റർ സീസണിൽ ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും വേണം, സമ്മർ സീസണിൽ നമുക്ക് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആദ്യം ഇനീഷ്യലി കൂളിംഗ് കോയിൽ ഒന്ന് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർ ഹീറ്റിംഗ് കോയിൽ ആൻഡ് ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ നമ്മൾ എയറിനെ ഒന്നുകിൽ കൂളിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും ചെയ്യുന്നു, ഓർ ഹീറ്റിംഗ് കോയിലും ഹ്യൂമിഡിഫയറും യൂസ് ചെയ്തുകൊണ്ട് ഹീറ്റിങ്ങും ഹ്യൂമിഡിഫിക്കേഷനും ചെയ്യുന്നു, എന്നിട്ട് മെയിൻ ഡക്റ്റിലേക്ക് സപ്ലൈ ചെയ്ത് വിടുന്നു. ഓക്കെ, then a constant volume of this air is supplied to the reheat coil of each zone. അങ്ങനെ മെയിൻ ഡക്റ്റിൽ നിന്ന് ഓരോ കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് സോൺ 1ലേക്കും സോൺ 2ലേക്കും സോൺ 3ലേക്കും എല്ലാം കോൺസ്റ്റൻറ്റ് വോളിയം എയർ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആ എയറിനെ പിന്നെന്താ ചെയ്യുന്നത്? ഇൻ ദ റീഹീറ്റ് കോയിൽ ദ സപ്ലൈ എയർ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫർദർ ടു എ റിക്വയർഡ് ലെവൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് ഓൺ ദ പർട്ടിക്കുലർ സോൺ. ഈ ഓരോ സോണിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ എന്താണോ, അല്ലെങ്കിൽ ഓരോ സോണിലെയും ലോഡ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഹീറ്റ് കോയിലിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. റീഹീറ്റ് കോയിൽ ഈ മെയിൻ ഡക്റ്റിൽ നിന്ന് വരുന്ന ആ എയറിനെ ഹീറ്റ് ചെയ്ത് സോൺ 1ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി സോൺ 1ലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ റീഹീറ്റ് കോയിലിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സോൺ 1ൽ ഇരിക്കുന്ന തെർമോസ്റ്റാറ്റ്. ഇതേപോലെ തന്നെയാണ് സോൺ 2ലും സോൺ 3ലും. ഓക്കെ, അപ്പോൾ അതാണ് സിംഗിൾ ഡക്റ്റ് കോൺസ്റ്റൻറ്റ് വോളിയം മൾട്ടിപ്പിൾ സോൺ സിസ്റ്റം. അപ്പോൾ അവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയമാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സോണിലെയും ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക്
റീഹീറ്റ് കോയിലിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഓരോ സോണിനും എന്താണോ ആവശ്യകത അതനുസരിച്ചുള്ള ടെമ്പറേച്ചറിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ റീഹീറ്റ് കോയിലിനെ വെക്കുക. ഇനി അടുത്തതാണ് സിംഗിൾ ഡക്റ്റ് വേരിയബിൾ എയർ വോളിയം സിസ്റ്റം. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ ഡക്റ്റാണ്. വേരിയബിൾ എയർ വോളിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോ സോണിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഡിഫറൻറ്റ് വോളിയം ആയിരിക്കും. നേരത്തെ പോലെ കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കില്ല, ഡിഫറൻറ്റ് വോളിയം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂളിംഗ് കോയിൽ മാത്രം വെച്ചിരിക്കുക. ദെൻ ഇവിടെ നമുക്ക് 3 സോണുണ്ട്. അപ്പോൾ നമ്മൾ റീസർക്കുലേറ്റ് എയർ എടുക്കുന്നു. ആ റീസർക്കുലേറ്റ് എയറും ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ഫ്രഷ് എയറും മിക്സ് ചെയ്യുന്നു. കൂളിംഗ് കോയിലൂടെ കടന്നു പോകുന്നു. കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നു. ദെൻ അതിനുശേഷം അത് മെയിൻ ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. മെയിൻ ഡക്റ്റിൽ നിന്ന് ഓരോ ബ്രാഞ്ച് ഡക്റ്റ് വഴി ഓരോ സോണിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഓരോ സോണും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും നേരത്തെ കേസ് പോലെ. അതോടൊപ്പം തന്നെ ഈ ഓരോ സോണിലെയും ലോഡ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കാം. ഉദാഹരണം, സോൺ 1 ലോഡ് കൂടുതലാകാം, സോൺ 2 ലോഡ് കുറവാകാം, സോൺ 3 ഒരു മിഡിൽ ലോഡാകാം, ഡിപ്പെൻസ്. എനിവേ ഈ 3 സോണിലെയും ലോഡ് ഡിഫറൻ്റ് ആകാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സോൺ 1 ലോഡ് കൂടുതലാണ് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ സോൺ 1 നിന്ന് കൂടുതൽ എമൗണ്ട് ഹീറ്റ് നമുക്ക് എടുത്തുകൊണ്ട് പോകണം. കാരണം സോൺ 1 ഇപ്പം ഒരുപാട് ഒക്യുപ്പൻസ് ഉണ്ട് എന്ന് കരുതുക. സോൺ 2 ഒക്യുപ്പൻസ് കുറവാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സോൺ 1 ലോഡ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂൾ ചെയ്ത ഡീഹ്യൂമിഡിഫൈ ചെയ്ത എയർ കൂടുതൽ വോളിയം സോൺ 1 സപ്ലൈ ചെയ്യും. അപ്പോൾ എവിടെയാണോ ലോഡ് കൂടുതൽ ആ ഒരു സ്ഥലത്തേക്ക് കൂടുതൽ വോളിയം നമ്മൾ സപ്ലൈ ചെയ്യും. ലോഡ് കുറവ് എവിടെയാണോ അങ്ങോട്ട് കുറച്ച് വോളിയം സപ്ലൈ ചെയ്യും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഈ തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യും? ഈ റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുന്നു. അതായത് നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് വേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പർട്ടിക്കുലർ ലോഡും ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വോളിയം, ഒരു ഫ്ലോ റേറ്റ് വേണം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ തെർമോസ്റ്റാറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സോണുണ്ട്. ഈ 3 സോണും നമുക്ക് ഏത് ടെമ്പറേച്ചറിലാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലോ റേറ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 സോണിലെയും ലോഡ് എത്രയാണോ ആ ലോഡ് മീറ്റ് ചെയ്യാൻ തക്ക എമൗണ്ട് എയർ ആയിരിക്കും ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുക. അപ്പോൾ ആ എത്ര എമൗണ്ടാണ് വേണം എന്നുള്ളത് ഈ തെർമോസ്റ്റാറ്റിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ തെർമോസ്റ്റാറ്റ് ആയിരിക്കും അവിടെ കൺട്രോൾ ചെയ്യുക. തെർമോസ്റ്റാറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം സോൺ 2 ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ വോളിയം ഓഫ് എയർ സോൺ 2 സപ്ലൈ ചെയ്യും. സോൺ 3 വോളിയം കുറവ് മതി, അല്ലെങ്കിൽ സോൺ 3 ലോഡ് കുറവാണെങ്കിൽ കുറച്ച് വോളിയം സപ്ലൈ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഓരോ സോണിനും റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ആ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സോണിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം ആയിരിക്കില്ല. ഓക്കെ, ആ വോളിയം എന്ന് പറയുന്നത് ഓരോ സോണിനെയും ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ in these systems, air is cooled and dehumidified to a required level in the cooling and dehumidifying coil. A variable volume of this air is supplied to each zone. The amount of air supplied to each zone is controlled by a zone damper, which in turn is controlled by zone thermostat. അപ്പോൾ ഈ ഓരോ സോണിലുള്ള തെർമോസ്റ്റാറ്റാണ് ഇവിടെയുള്ള സോൺ ഡാമ്പർ എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സോൺ ഡാമ്പർ എന്താ ചെയ്യുന്നത്? ഈ ഓരോ സോണിലേക്കും എത്ര എമൗണ്ട് വോളിയം എയർ ഫ്ലോ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സോൺ ഡാമ്പറാണ്. അപ്പോൾ സോൺ ഡാമ്പറിനെ കൺട്രോൾ ചെയ്യുന്നത് ആ സോണിനകത്തുള്ള തെർമോസ്റ്റാറ്റ് ആയിരിക്കും. Then thus the temperature of supply air to each zone remains constant where its flow rate varies. അപ്പോൾ നമ്മളിവിടെ കൂൾ ചെയ്ത് ഡീഹ്യൂമിഡിഫൈ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള എയർ ആയിരിക്കും മെയിൻ ഡക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ സോൺ 1 എൻ്റർ ചെയ്യുന്നതും സോൺ 2 എൻ്റർ ചെയ്യുന്നതും സോൺ 3 എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ സെയിം ആണ്. പക്ഷേ ഇതേ ടെമ്പറേച്ചറുള്ള എയർ നമുക്ക് 3 സോണിലും 3 ലോഡാണെങ്കിൽ ആ ലോഡിനനുസരിച്ചുള്ള
റിക്വയർമെൻറ്റ്, ആ ഫ്ലോ റേറ്റ് വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ സോണിനെയും നമ്മൾ ഉദ്ദേശിച്ച ആ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. Then thus the temperature of supply air to each zone remains constant, where its flow rate varies depending upon the load on that particular zone. അപ്പോൾ ഈ ഓരോ സോണിലെയും ലോഡ് എന്താണോ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ഫ്ലോ റേറ്റ് കൊടുക്കുക. ഇപ്പോൾ സോൺ 1 കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും കൊടുക്കുക. ഇപ്പം നമുക്ക് ഉദാഹരണം സോൺ 1 നമുക്ക് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പം സമ്മർ സീസണാണെന്ന് കരുതിക്കോ. അപ്പോൾ ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു 40 അല്ലെങ്കിൽ 47 ഡിഗ്രി സെൽഷ്യസോ ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കൂടുതൽ എമൗണ്ട് ഹീറ്റ് സോൺ 1 വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത്രയും എമൗണ്ട് ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ തക്ക ഫ്ലോ റേറ്റ് ആയിരിക്കും നമ്മൾ സോൺ 1 സപ്ലൈ ചെയ്യുക. ഇനി സോൺ 2 നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ സോൺ 1 ലോഡ് കൂടുതലാണ്, കാരണം 20 ഡിഗ്രി സെൽഷ്യസിലാണ് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസും റൂം കണ്ടീഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് സോൺ 1 മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ലോഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ഫ്ലോ റേറ്റ് സോൺ 1 സപ്ലൈ ചെയ്യണം. ഇനി സോൺ 2 കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 40 - 27 എന്ന് പറഞ്ഞാൽ സോൺ 1 കമ്പയർ ചെയ്യുമ്പോൾ സോൺ 2 എൻ്റർ ചെയ്യാവുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പം കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സോൺ 2 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്ലോ റേറ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. ഇനി സോൺ 3 എക്സാമ്പിളായിട്ട് പറയുക, ഒരു 30 ഡിഗ്രി സെൽഷ്യസിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ സോൺ 3 ആ 40 - 30 ആ ഡിഫറൻസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോൺ 3 ലോഡ് കുറവായിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ റേറ്റ് ആയിരിക്കും നമ്മൾ സോൺ 3 സപ്ലൈ ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ എവിടെയാണോ ഈ സോണിലുള്ളത് അവിടെ ആയിരിക്കും നമുക്ക് ഏറ്റവും ലോഡ് ഉണ്ടാവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സോണിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലോ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തുകൊണ്ട് ഓരോ സോണും എന്താണോ അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു, സോൺ ഡാംപേഴ്സിനെ വർക്ക് ചെയ്യുന്നു, സോൺ ഡാംപേഴ്സ് ആ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുന്നു. ഇതിന് അടുത്തതാണ് ഡ്യുവൽ ഡക്റ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ ഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സോണും ഒരൊറ്റ ഡക്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡ്യുവൽ ഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 ഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സോണിലേക്ക് തന്നെ 2 ഡക്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റവും അതുപോലെ തന്നെ വേരിയബിൾ വോളിയം സിസ്റ്റവും. ഇതാണ് ഡ്യുവൽ ഡക്റ്റിൻ്റെ ഡയഗ്രാം. ഇവിടെ നമുക്ക് ഒരു സോണുണ്ട്, സോൺ 1, സോൺ 2. അപ്പോൾ ഇവിടെ നമുക്കൊരു കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്. അതായത് ഒരു ഡക്റ്റുമായിട്ട്, ഈ കാണുന്ന ഒരു ഡക്റ്റുമായിട്ട് നമ്മൾ കൂളിംഗ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ഈ കാണുന്ന ഒരു ഡക്റ്റുമായിട്ട് നമ്മൾ ഹീറ്റിംഗ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ബ്ലൂ കളറിലുള്ളതെല്ലാം കോൾഡ് എയർ ഫ്ലോ ചെയ്യുന്ന ഡക്റ്റാന്ന് ഓർത്താൽ മതി. അതുപോലെ റെഡ് കളറിൽ കാണുന്നതെല്ലാം ഹോട്ട് എയർ ഫ്ലോ ചെയ്യുന്ന ഡക്റ്റാന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സോൺ 1 നമ്മൾ ഈ കാണുന്ന രീതിയിൽ 2 ഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 ഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സോൺ 1ഉം സോൺ 2ഉം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. അപ്പോൾ ഈ കൂളിംഗ് കോയിൽ കോൾഡ് എയറിനെ ആയിരിക്കും ഈ ഡക്റ്റിൽ കൂടെ കടത്തി വിടുക, ഹീറ്റിംഗ് കോയിൽ ഹോട്ട് എയറിനെ ആയിരിക്കും ഈ ഡക്റ്റിൽ കൂടെ കടത്തി വിടുക. ഇനി ഓരോ സോണിലേക്കും നമുക്ക് ഓരോ മിക്സിംഗ് ബോക്സ് ഉണ്ടാകും. അതായത് ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ സോൺ 1ലും സോൺ 2ലും നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ഇവിടെ ഒരു മിക്സിംഗ് ബോക്സ് ഉണ്ട്. ഈ മിക്സിംഗ് ബോക്സ് എന്താ ചെയ്യുന്ന ആ പേര് പോലെ തന്നെ ഈ കോൾഡ് എയറിനെ അതുപോലെ ഹോട്ട് എയറിനെ കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെ കോൾഡ് എയറിനെ ഹോട്ട് എയറിനെ മിക്സ് ചെയ്തിട്ടാണ് അത് അടുത്ത സോണിലേക്ക് സപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓരോ സോണിനും ഓരോ മിക്സിംഗ് ബോക്സ് ഉണ്ടാകും. അപ്പോൾ ഈ മിക്സിംഗ് ബോക്സ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത്ര % കോൾഡ് എയർ, ഇത്ര % ഹോട്ട് എയർ അതിനെ മിക്സ് ചെയ്തിട്ട്
സോൺ 1ലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, സോൺ 1ൽ നമ്മൾ വളരെ ഒരു ലോ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് കരുതുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും സോൺ 1ലെ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് സോൺ 1ൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആണ് സോൺ 2വിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം, അപ്പോൾ സോൺ 1ൽ ലോഡ് കൂടുതലായിരിക്കും, സോൺ 2വിൽ ലോഡ് കുറവായിരിക്കും കമ്പയർഡ് ടു സോൺ 1 ആൻഡ് സോൺ 2. അപ്പോൾ ഈ മിക്സിംഗ് ബോക്സ് എന്ത് ചെയ്യും, സോൺ 1ൽ ലോ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് കൂടുതൽ എമൗണ്ട് കോൾഡ് എയറും കുറച്ച് എമൗണ്ട് ഹോട്ട് എയറിനെ മിക്സ് ചെയ്തിട്ട് സോൺ 1ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സോൺ 2 ആയിട്ട് നോക്കുകയാണെങ്കിൽ സോൺ 2വും ഈ കോൾഡ് എയറിനെ ഹോട്ട് എയറിനെ മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോൺ 1ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോൺ 2വിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം സോൺ 1ൽ നമുക്ക് കുറച്ചും കൂടെ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സോൺ 2വിലാണ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോൺ 1ലേക്കും സോൺ 2വിലേക്കും നമ്മളെടുക്കുന്ന കോൾഡ് എയറിൻ്റെയും ഹോട്ട് എയറിൻ്റെയും പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. സോൺ 1ലെ പ്രപ്പോർഷൻ ആയിരിക്കില്ല സോൺ 2വിലെ പ്രപ്പോർഷൻ. പക്ഷേ സോൺ 1നും സോൺ 2വിലുള്ള കോൺസ്റ്റൻറ്റ് വോളിയം സെയിം ആയിരിക്കും. അതായത് കോൾഡ് എയറും ഹോട്ട് എയറും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സോൺ 1നും സോൺ 2വിലും സെയിം ആണ്. പക്ഷേ ആ കോൺസ്റ്റൻറ്റ് വോളിയത്തിനകത്തുള്ള കോൾഡ് എയറിൻ്റെയും ഹോട്ട് എയറിൻ്റെയും പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ആ പ്രപ്പോർഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്, ആ സോണിനെ ആശ്രയിച്ചിരിക്കും. സോണിന് ഏത് ടെമ്പറേച്ചറാണോ സോണിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ സോണിലെ ലോഡ് എത്രയാണോ അതനുസരിച്ചായിരിക്കും ആ ഒരു പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ആ മിക്സിംഗ് ബോക്സിലെ ആ പ്രപ്പോർഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സോൺ തെർമോസ്റ്റാറ്റ് ആയിരിക്കും. അപ്പോൾ സോൺ തെർമോസ്റ്റാറ്റാണ് തീരുമാനിക്കുക ആ മിക്സിംഗ് അല്ലെങ്കിൽ ആ പ്രപ്പോർഷൻ എത്ര വേണം, എത്ര എമൗണ്ട് കോൾഡ് എയർ വേണം, എത്ര എമൗണ്ട് ഹോട്ട് എയർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സോണിലെ സോൺ തെർമോസ്റ്റാറ്റ് ആയിരിക്കും തീരുമാനിക്കുക. അപ്പോൾ സോൺ തെർമോസ്റ്റാറ്റാണ് ഈ മിക്സിംഗ് ബോക്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മിക്സിംഗ് ബോക്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഓരോ സോണിൽ നിന്നും വരുന്ന റിട്ടേൺ എയർ അതിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഒരു റിട്ടേൺ ഡക്റ്റ് ഉണ്ട്. ആ റിട്ടേൺ ഡക്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എയറിനെ എടുക്കുന്നു, അതാണ് റീസർക്കുലേറ്റ് എയർ. അതും ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നു. അതിനെ ഡിവൈഡ് ചെയ്ത് കൂളിംഗ് കോയിലിലേക്കും ഹീറ്റിംഗ് കോയിലിലേക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഡ്യുവൽ ഡെക്ട് സിസ്റ്റം. അപ്പോൾ ഈ ഓരോ സോണിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയർ അത് 2 ഡെക്റ്റ് ഉപയോഗിച്ചാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഡെക്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡ്യുവൽ ഡെക്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പിന്നെ ഓരോ സോണിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം സിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ ഡ്യുവൽ ഡെക്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ 2 സ്ട്രീമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രീമിനെ നമ്മൾ കൂളിംഗ് കോയിലിലേക്ക് കൊടുക്കുന്നു, ഒരു സ്ട്രീമിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലിലേക്ക് കൊടുക്കുന്നു. ഇനി കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്ത് കോൾഡ് എയർ ഒരു ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, ഹോട്ട് എയർ അടുത്ത ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അതിനുശേഷം ഈ കോൾഡ് എയറും ഹോട്ട് എയറും സെപ്പറേറ്റ് ഡക്റ്റിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ ഇൻ ഈച്ച് സോൺ ദ കോൾഡ് എയർ ആൻഡ് ഹോട്ട് എയർ സ്ട്രീംസ് ആർ മിക്സഡ് ഇൻ റിക്വയർഡ് പ്രപ്പോർഷൻ ഇൻ എ മിക്സിംഗ് ബോക്സ് വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ എ സോൺ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഓരോ സോണിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും സോൺ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുക. ആ സോൺ തെർമോസ്റ്റാറ്റ് ആരെ കൺട്രോൾ ചെയ്യും, മിക്സിംഗ് ബോക്സിനെ കൺട്രോൾ ചെയ്യും. The total volume of air supplied to each zone remains constant. However, the supply air temperature varies depending upon load. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്ന വോളിയമൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ അതിനകത്തുള്ള പ്രപ്പോർഷൻ, കോൾഡ് എയറിൻ്റെ പ്രപ്പോർഷൻ ഹോട്ട് എയറിൻ്റെ പ്രപ്പോർഷൻ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ സോൺ 1 നമുക്ക് വളരെ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സോൺ 1ലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിനകത്ത് കൂടുതൽ എമൗണ്ടും കോൾഡ് എയർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോൺ 2 നമുക്ക് കുറച്ചുകൂടെ ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കൂടുതൽ എമൗണ്ട് ഹോട്ട് എയർ നമ്മൾ സോൺ 2ലേക്ക് സപ്ലൈ ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സോൺ 2ലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണോ ആ സോണിൻ്റെ റിക്വയർമെൻറ്റ് അതനുസരിച്ച് സോൺ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നു. സോൺ തെർമോസ്റ്റാറ്റ് ഈ മിക്സിംഗ് ബോക്സിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ തെർമോസ്റ്റാറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ തന്നെ പഠിക്കും. ഇനി അടുത്തതാണ് ഡ്യുവൽ ഡക്റ്റ് വേരിയബിൾ വോളിയം സിസ്റ്റം. ഇതും സെയിം അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്ന വോളിയം വേരി ചെയ്യുന്നു എന്ന് മാത്രം.
These systems are similar to dual duct constant volume systems, with the only difference that instead of maintaining constant volume rate to each zone, the mixing box reduce the airflow rate if the load on the zone drops. അതായത് ആ ഒരു സോൺ, ആ സോണിലെ ലോഡ് വേരിയേഷൻ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മിക്സിംഗ് ബോക്സ് ആ സോണിലേക്ക് സപ്ലൈ ചെയ്യുന്ന വോളിയം വേരി ചെയ്യിപ്പിക്കുന്നു. ഉദാഹരണം, സോൺ 1 ലോഡ് കുറഞ്ഞു, അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോൺ 1 സപ്ലൈ ചെയ്യുന്ന ആ വോളിയത്തിൻ്റെ എമൗണ്ട് കുറച്ചു. അങ്ങനെ ഈ മിക്സിംഗ് ബോക്സ് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം അല്ല, ഒരു വേരിയിങ് വോളിയം ആയിരിക്കും ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓൾ ചിൽഡ് വാട്ടർ സിസ്റ്റം പഠിക്കാം. താങ്ക് യു.